എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത് നല്ലൊരു അടിപൊളി ഇട്ടിക്കറിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇട്ടിക്കറിയാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കി ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഉണ്ടാക്കുന്നത്. ഇട്ടിയെല്ലാം ഇപ്പോൾ നല്ല വില കുറച്ച് ഇതിൽ കിട്ടുന്നുണ്ട്. എല്ലാവരും ഒന്ന് കുറഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കി. ഇത് ഒരു പാത്രം അടുപ്പിട്ട് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിന്. ഞാൻ തേങ്ങ എണ്ണ എടുത്തിനത്, നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുത്താൽ മതി. ഞാനിത് അരമണിക്കൂർ മുന്നേ തന്നെ മുളകെല്ലാം കുറച്ച് ഇട്ടിട്ട് മിക്സാക്കി വെച്ചിട്ട് എണ്ണഞ്ഞ്. അപ്പോൾ ഇത് ഞാൻ അരച്ചിട്ട് വെച്ച മുളക് തന്നെയാണ് ഇതിലേക്കും ചേർത്തിനത്. ഞാൻ അരച്ച് വെച്ചത് മുളക് ഞാൻ ഫ്രിഡ്ജിൽ അരച്ചിട്ട് വെക്കണമെന്ന്. അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ എല്ലാത്തിനും യൂസ് ആക്കൽ. അപ്പോൾ അതിൽ തന്നെയാണ് ഈ യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ട് വെച്ച് ഇട്ടിന് ഞാൻ ഈ എണ്ണക്ക് ഇട്ട് കൊടുക്കുന്നത്. രണ്ട് ഭാഗമായിട്ട് ഞാനിതൊന്ന് ഫ്രീ ആക്കിയിട്ട് എടുക്കുന്നു. എണ്ണ കുറേ അധികം ഒഴിച്ച് കൊടുക്കണേ. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള എണ്ണയില്ലേ, അത് എത്ര എണ്ണ വേണ്ടത് ആ എണ്ണയിൽ തന്നെ ഇത് ഫ്രീ ആക്കിയിട്ട് എടുത്താൽ മതി. 2 പ്രാവശ്യം 3 പ്രാവശ്യം എത്ര വേണമെങ്കിലും ഫ്രീ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ എണ്ണ കൂടുതൽ വെച്ച് നമുക്കത് കളയേണ്ടി വരും. അപ്പോൾ ഈ കുറച്ച് എണ്ണ വെച്ചെങ്കിൽ അത് കറിക്ക് നമുക്ക് യൂസ് ആക്കാമല്ലോ. എന്നിട്ട് രണ്ടാമത്തെ ഭാഗം കൂടി ഞാൻ ഇട്ടിട്ട് നല്ല പോലെ ഒന്നും ഫ്രീ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്, നല്ല കുക്കായിട്ട് വരണ്ട. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഒന്ന് ചെറിയതായിട്ടൊന്ന് ഫ്രീ ആക്കിയിട്ട് എടുത്തെങ്കിലായി. എന്നിട്ട് ഇതേ എണ്ണയിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തു. ഞാൻ ചോപ്പാക്കിയിട്ട് എടുത്തിന് ഉള്ളി. ചോപ്പർ ഇല്ലാത്തവർ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് എടുത്താൽ മതി ഉള്ളിനെ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കണം. നല്ല പോലെ ഒന്ന് ഫ്രൈ ആണ്. നല്ല വെന്തിട്ട് കുഴഞ്ഞിട്ട് വരുന്നില്ല, അതുപോലെയാണ്. നല്ല പേസ്റ്റ് പോലത്തെ കറിയായിട്ട് നമുക്ക് നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടണമെങ്കിൽ ഉള്ളി നല്ല വെന്ത് കിട്ടണം. അതല്ലെങ്കിൽ നമുക്ക് ഉള്ളി കറി വെച്ച കറിയിലെല്ലാം നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും, ഒരു പച്ചക്കുള്ളത് പോലെ. അപ്പോൾ നല്ല പോലെ വെന്തെങ്കിൽ നല്ല ടേസ്റ്റ് ആകുന്നുണ്ട് കറി. അപ്പോൾ ഉള്ളിയെല്ലാം നല്ല വെന്തിട്ട് കുഴഞ്ഞിട്ട് കിട്ടണം, നല്ലൊരു പേസ്റ്റ് പോലെ ആയിട്ട് കിട്ടുന്നുണ്ട്, അതുപോലെ ആയിട്ട് കിട്ടണം. നല്ല പോലെ ഒന്ന് ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കില്ലേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഞാനിത് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുക്കണം. അങ്ങനെയാണ് ഇങ്ങനെ ക്യൂബായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളടുത്ത് അതില്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്ത് തക്കാളി ഒരു 1.5 തക്കാളി എടുത്തിന്. നല്ലൊരു വലുപ്പമുള്ള തക്കാളി തന്നെ എടുത്തിന്. ഒരു 1.5 തക്കാളി എടുത്തിന്. ഒരു 2 പച്ചമുളകും 4 കീറിയിട്ട് ഞാൻ അതും ഇട്ട് കൊടുത്തിന്. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കണം. ഈ തക്കാളി ഉള്ളിയെല്ലാം നല്ല പോലെ വെന്ത് കിട്ടണം. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അരച്ച മുളക് യൂസ് ആക്കുന്നുണ്ട്. അരച്ച മുളകിലേക്ക് ഞാൻ ഉപ്പും പുളിയും എല്ലാം ചേർത്തിട്ട് അരച്ച് വെക്കലാണ്. അതിനുകൊണ്ട് തന്നെ ഈ മസാലയ്ക്ക് വേണ്ടി ഉപ്പ് മാത്രമാണ് ഞാൻ. പിന്നെ മസാലയിലും ഉപ്പ് ഉണ്ടാവും. ഞാൻ ഇട്ടിയെല്ലാം ഉപ്പിട്ട മുളകിൽ തന്നെയല്ലേ ഞാൻ ഇതാക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായത്. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അരച്ച് വെച്ച മുളക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിന്. എന്നിട്ട് ഇട്ട് ഞാൻ മിക്സ് ആക്കിയിട്ട് വെച്ച പാത്രത്തിൽ കുറച്ച് മുളക് ഉണ്ടാവില്ല, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിന്. വെള്ളം എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളിയാണ് ഉണ്ടാകും. നല്ല കട്ടിക്കുള്ള ഗ്രേവി, അതായത് ലൂസായിട്ടുള്ള ഗ്രേവി ഒന്നുമല്ല. ഉള്ളിയെല്ലാം നല്ല വെന്ത് കിട്ടുമ്പോൾ നല്ല കട്ടിക്കുള്ള ഗ്രേവി ആയിട്ട് കിട്ടും. എന്നിട്ട് കുറച്ച് പുളിയൊന്ന് കലക്കിയിട്ട് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കട്ടിക്കുള്ള ഗ്രേവി ആയിട്ടുണ്ട്. പിന്നെ ഇത്തിയെല്ലാം ഇട്ട് തച്ചിട്ട് നമുക്ക് ഇതിനേക്കാളും കട്ടിയാവും. പിന്നെ ഇത് നമുക്ക് ഫ്രീ ആക്കിയിട്ട് ചട്ടി ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നല്ല പോലെ തിളപ്പിക്കണം. ഒരു 10 മിനിറ്റ് സമയം നല്ല പോലെ തിളപ്പിക്കണം. വെന്ത ഇട്ടി എങ്കിലും ഈ കറിക്ക് ഒരു ടേസ്റ്റ് തന്നാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ്. എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തിനാ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം. അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് വേണ്ട. എന്നിട്ട് 2 തണ്ട് കറിച്ചപ്പ് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കും. നല്ല അടിപൊളിയായിട്ടുള്ള കറിയാവും ഇട്ടിക്കറി. ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട.